നിർമ്മിത ബുദ്ധി അഥവാ AI മനുഷ്യരുടെ തൊഴിലവസരങ്ങൾ ഇല്ലാതാക്കുമോ അതോ പുതിയ ലോകത്തിന്റെ അനന്ത സാധ്യതകൾ തുറന്നിടുമോ? ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഈ പുതിയ കുതിച്ചുചാട്ടത്തെ നേരിടാൻ കേരളം സജ്ജമാവുകയാണ്. രാജ്യത്തെ തന്നെ ഏറ്റവും മികച്ച നിർമ്മിത ബുദ്ധി നൂതന സാങ്കേതിക വിദ്യ ഹബ്ബാക്കി മാറ്റുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. ആഗോള യാത്രാ വ്യവസായ മേഖല ലക്ഷ്യമിട്ട് IBS സോഫ്റ്റ്വെയർ ഗ്രൂപ്പ് ആരംഭിച്ച AI കമ്പനിയായ നാവിക് ടെക്നോളജി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഭരണതലത്തിലടക്കം സാങ്കേതിക വിദ്യയുടെ മാറ്റങ്ങൾ ഉൾക്കൊണ്ട് മുന്നോട്ടു പോകാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. വിവിധ മേഖലകളിലേക്ക് നിർമ്മിത ബുദ്ധി കടന്നുവരുന്ന സാഹചര്യത്തിൽ സർക്കാരിന്റെ നേതൃത്വത്തിൽ AI സാധ്യതകൾ പരമാവധി ഉപയോഗപ്പെടുത്തുകയാണെന്ന് മുഖ്യമന്ത്രി VD സതീശൻ വ്യക്തമാക്കി. ഇതിന്റെ ഭാഗമായി മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ AI ഡാഷ്ബോർഡിന്റെ സഹായത്തോടെ നിക്ഷേപ പദ്ധതികളുടെ പുരോഗതി വിലയിരുത്തുന്നത് ഇതിനകം ആരംഭിച്ചു കഴിഞ്ഞു. ഈ ദശകത്തിന്റെ അവസാനത്തോടെ AI മനുഷ്യബുദ്ധിക്കൊപ്പം എത്തുമെന്നാണ് വിദഗ്ധരുടെ വിലയിരുത്തൽ. തൊഴിൽ മേഖലയിൽ ഉണ്ടാകുന്ന ഈ മാറ്റങ്ങൾ പഠിക്കുന്നതിനായി സർക്കാർ ഗ്ലോബൽ ജോബ് വാച്ച് ടവർ ഏർപ്പെടുത്തിയിട്ടുണ്ടെന്നും വിദഗ്ധരുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടെ കാലികമായ മാറ്റങ്ങൾ കൊണ്ടുവരുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. സാങ്കേതിക വിദ്യയ്ക്കൊപ്പം സമൂഹവും സർക്കാരും മാറേണ്ടതുണ്ടെന്ന് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ച മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി ചൂണ്ടിക്കാട്ടി. അതേസമയം നിർമ്മിത ബുദ്ധി കാരണമുണ്ടാകാനിടയുള്ള തൊഴിൽ നഷ്ടം ഒഴിവാക്കാനുള്ള ഏറ്റവും മികച്ച മാർഗം AI പഠിക്കുക എന്നതാണെന്ന് IBS സ്ഥാപകനും എക്സിക്യൂട്ടീവ് ചെയർമാനുമായ VK മാത്യൂസ് പറഞ്ഞു. ഡിജിറ്റൽ സമ്പദ് വ്യവസ്ഥയുടെ ഇന്ധനമായി AI മാറാൻ പോവുകയാണെന്നും IT വ്യവസായത്തിന്റെ അടുത്ത ഘട്ടത്തിലേക്കുള്ള നാഴികക്കല്ലാണ് നാവിക്കിന്റെ പിറവിയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. IBSന്റെ യാത്രാ വ്യവസായ മേഖലയിലെ നൈപുണ്യം നിർമ്മിത ബുദ്ധിയുടെ സഹായത്തോടെ നവീകരിക്കുകയാണ് നാവിക് ടെക്നോളജി ചെയ്യുന്നത്. അന്താരാഷ്ട്ര തലത്തിലുള്ള പ്രമുഖ എയർലൈനുകൾ, വിമാനത്താവളങ്ങൾ, ക്രൂയിസ് ലൈനുകൾ, ഹോസ്പിറ്റാലിറ്റി ഗ്രൂപ്പുകൾ എന്നിവയുമായി സഹകരിച്ച് പ്രവർത്തിക്കുന്ന നാവിക്കിന് ലോകമെമ്പാടുമായി 16ലധികം ഓഫീസുകൾ നിലവിലുണ്ട്. IT സെക്രട്ടറി സീറാം സാംബശിവറാവു, IBS സോഫ്റ്റ്വെയർ CEO സുമിത് ഗോയൽ, നാവിക് പ്രസിഡന്റ് മോയിസുർ റഹ്മാൻ, APA എക്സ് പാർട്ണർ ഇന്ത്യ മേധാവി ഹർജോത് ദാലിവാർ തുടങ്ങിയ പ്രമുഖരും ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക് കൊട്ടാരക്കര മീഡിയ.